നമസ്കാരം. സർവ്വപാപവും നീക്കി ഭക്തർക്ക് സൽഗതിയും നൽവഴിയും അരുളുന്ന തിരുസ്ഥലമാണ് തിരുപ്പതി. തിരുപ്പതി സന്ദർശിച്ചാൽ ലഭിക്കുന്ന ഫലങ്ങൾ അതേപടി ലഭിക്കുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും ഇന്ദ്രനും സൂര്യനും പൂജിക്കുന്നതും ചിന്ന തിരുപ്പതി എന്നറിയപ്പെടുന്നതുമായ നൈനാമല പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு നൈനാമല വരദരാജ പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാമക്കൽ ജില്ലയിൽ സേലം നാമക്കൽ പാതയിൽ ബുധൻചന്ത എന്ന ഗ്രാമത്തിനടുത്തുള്ള നൈനാമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു വരദരാജ പെരുമാൾ എന്ന നാമത്തിൽ ഭൂദേവി ശ്രീദേവി സമേതനായും ദേവി മഹാലക്ഷ്മി കുവലയവല്ലിത്തായാർ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. കൊങ്കുനാട്ടിലുള്ള വൈഷ്ണവ സ്ഥലങ്ങളിൽ പുകഴ്പെറ്റതാണ് നൈനാമല വരദരാജ പെരുമാൾ കോവിൽ. നൈനാമല എന്നത് നാമക്കൽ സേന്തമംഗലം കാളപ്പനായ്ക്കൻപട്ടിക്കരികിലുള്ള ചെങ്കുത്തായ മലയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ ചരിഞ്ഞിരിക്കുന്നതായി തോന്നുന്ന ഈ മലയുടെ ഉയരം 3 കിലോമീറ്റർ. അധികം അകലമില്ലാത്ത ഈ മലയിലേക്ക് കയറുവാൻ ഏകദേശം 3700 പടികളുണ്ട്. മല ഉച്ചിയിലുള്ള 120 അടി ഉയരമുള്ള ഒരൊറ്റ പാറയിലാണ് കോവിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് വിശേഷം. ഈ മലയിൽ 108 തീർത്ഥങ്ങൾ ഉള്ളതായാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും കൊടും വേനലിലും പറ്റാത്ത അമയാ തീർത്ഥം, അരിവാൾ പാഴി, പെരിയ പാഴി എന്നീ 3 തീർത്ഥങ്ങൾ മലകയറ്റത്തിനിടയിൽ ഭക്തർക്ക് കാണാവുന്നതാണ്. 4 യുഗങ്ങളിലായി ഈ മല നിലനിൽക്കുന്നതായാണ് ഐതിഹ്യം. കൃതയുഗത്തിൽ ഇന്ദ്രജാലമെന്നും, ത്രേതായുഗത്തിൽ പത്മജാലമെന്നും, ദ്വാപരയുഗത്തിൽ യാദവജാലമെന്നും, കലിയുഗത്തിൽ നൈനാജാലമെന്നും അറിയപ്പെടുന്നതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. നയന മഹർഷി ഇവിടെ പെരുമാളെ തപസ് ചെയ്ത് ദർശനം കിട്ടി മോക്ഷമടഞ്ഞതിനാൽ ഈ മലയ്ക്ക് നൈനാമല എന്ന നാമം വന്നു എന്നും, അതല്ലാതെ ഈ പ്രദേശത്ത് അധികവും വസിക്കുന്ന തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന നായ്ക്കർ സമുദായക്കാർ ഭഗവാനെ തങ്ങളുടെ പിതാവായി ഭാവിച്ച് വണങ്ങിയ കാരണത്തിനാലും തെലുങ്കിൽ പിതാവ് എന്നർത്ഥം വരുന്ന നൈന എന്ന നാമം വന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഇത് സാധൂകരിക്കും വിധം കോവിൽ മണ്ഡപത്തിലെ ഒരു തൂണിൽ നയന മഹർഷി തപസ് ചെയ്യുന്ന ശില്പവുമുണ്ട്. അതേപോലെ കോവിൽ മണ്ഡപത്തിലെ തൂണുകളിൽ ജടാമുടി സിദ്ധർ, പ്രാണദീപിക സിദ്ധർ, ഗുരുലിംഗ സിദ്ധർ തുടങ്ങിയ സിദ്ധന്മാരുടെ ശില്പങ്ങളുമുണ്ട്. ഈ സിദ്ധന്മാരെല്ലാം ഇന്നും ഇവിടെ വന്ന് ഭഗവാനെ പൂജിച്ചു പോകുന്നതായി സ്ഥലപുരാണത്തിൽ പരാമർശമുണ്ട്. ബ്രഹ്മദേവൻ ഇവിടെ സൂക്ഷ്മരൂപത്തിൽ കുടികൊള്ളുന്നതായും സൂര്യൻ ഇവിടെ ഭഗവാനെ പൂജിച്ച് ആഗ്രഹിച്ച വരം നേടിയതായും ഐതിഹ്യമുണ്ട്. വർഷത്തിൽ ഉത്തരായണ പുണ്യകാലത്തിൽ തൈമാസം മുതൽ ആണിമാസം വരെ 6 മാസവും സൂര്യൻ തന്റെ പ്രഭാത കിരണങ്ങളാൽ ഭഗവാന് അർച്ചന ചെയ്യുന്നു. വേറൊന്ന്, ഇന്ദ്രൻ 12 വർഷത്തിലൊരിക്കൽ പർവ്വതമലയിലേതുപോലെ ഇടിമിന്നലായി ഭഗവാനെ പൂജിക്കുന്നു എന്നാണ് പറയുന്നത്. പൂജാരി ഗർഭഗൃഹം തുറക്കുമ്പോൾ പുതിയ വ്യത്യസ്ത പൂക്കളുടെ സുഗന്ധം ലഭിച്ചാൽ ദേവേന്ദ്രൻ പൂജ ചെയ്തു പോയിരിക്കുന്നു എന്ന് അനുമാനിക്കാമെന്നാണ് പറയുന്നത്. സർവ്വപാപഹരമാണ് ഭഗവത് ദർശനം. ഇവിടെയുള്ള നൈനാമല വരദരാജ പെരുമാളെ ദർശിച്ചാൽ തിരുപ്പതി പോയി വന്ന ഫലം തുലോം കുറവില്ലാതെ ലഭിക്കുമെന്നതിനാൽ ഈ ക്ഷേത്രം സേലത്തിന്റെ തിരുപ്പതി, ചിന്ന തിരുപ്പതി എന്നെല്ലാം അറിയപ്പെടുന്നു. നൈനാമല കോവിലേക്കുള്ള ബോർഡ് മലയടിവാരത്തിൽ നിന്നേ കാണാം. അടിവാരത്തിൽ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ധാരാളം കടകളും ഭക്തർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് നിഴൽ തരുന്ന വലിയ ആൽമരങ്ങളുമുണ്ട്. അടിവാരത്തിലുള്ള കറുപ്പസ്വാമി കോവിലിൽ ഭക്തർ പ്രാർത്ഥിച്ച ശേഷം മല കയറാൻ തുടങ്ങുന്നു. മലകയറ്റം തുടങ്ങുന്ന പടികൾക്കരികിലായി വിനായകർ, ആഞ്ജനേയർ സന്നിധികളും ഭഗവത് പാദവും ഉണ്ട്. മല ഉച്ചിയിലുള്ള കോവിലിലേക്ക് എത്താൻ ഏകദേശം 3 മണിക്കൂറെങ്കിലും എടുക്കും. പടികൾ ശരിക്കുണ്ടെങ്കിലും ചെങ്കുത്തായ കയറ്റമാണ്. ഇടയ്ക്കിടെ ഇരുവശങ്ങളിലെ പാറകളിലും നാമചിഹ്നങ്ങൾ വരച്ചിരിക്കുന്നു. പകുതി ദൂരം പടിയേറി കഴിഞ്ഞാൽ ഒരു വലിയ കൽമണ്ഡപം, അത് കഴിഞ്ഞാൽ ഒരു തീർത്ഥം, പിന്നെയും കുറച്ചു ദൂരം പോയാൽ ഒരു ചെറിയ മണ്ഡപവും മുൻവശത്ത് കൽത്തൊട്ടിയും. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് കുറച്ചു മുമ്പായി ക്ഷേത്രാവശ്യങ്ങൾക്ക് ജലമെടുക്കുന്ന തീർത്ഥം, ഏറ്റവും മുകളിൽ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം, അതിനടുത്തായി ആഞ്ജനേയർ സന്നിധി. ഒരു വലിയ പാറ സമതലമാക്കിയതിലാണ് മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ പടികൾക്കെല്ലാം കൈവരി പിടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രം തട്ടുതട്ടായാണ് പാറയിൽ നിർമ്മിച്ചിരിക്കുന്നത്. പർവ്വതമല ക്ഷേത്രത്തോട് സാദൃശ്യമുള്ള കോവിലാണിത്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന ചുറ്റുമതിലുകളോട് കൂടിയ നൈനാമല വരദരാജ പെരുമാൾ കോവിൽ പല്ലവരുടെ കാലത്തെ നിർമ്മിതിയാണെന്നാണ് അനുമാനം. പാണ്ഡ്യർ തിരുപ്പണികൾ ക്ഷേത്രത്തിന് ചെയ്തതിന്റെ അടയാളമായി കോവിൽ ചുമരുകളിൽ മീൻ ചിഹ്നങ്ങളുണ്ട്. കോവിലിന്റെ ചില ഭാഗങ്ങൾ 17-ാം നൂറ്റാണ്ടിൽ തിരുമല നായ്ക്കരുടെ സഹോദരൻ രാമചന്ദ്രൻ നായ്ക്കർ തിരുപ്പണികൾ ചെയ്തതായും ചരിത്രമുണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ഭൂദേവി ശ്രീദേവി സമേത ആദികേശവ പെരുമാൾ സന്നിധി. പ്രധാന വാതിൽ വഴി അകത്തു കടന്നാൽ കൊടിമരത്തിനരികിൽ കൂപ്പുകൈകളോടെ ഗരുഡാഴ്വാർ. അടുത്ത സന്നിധിയിൽ ശ്രീ മഹാലക്ഷ്മി കുവലയവല്ലിത്തായാർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. അരികിൽ യുഗയുഗങ്ങൾ താണ്ടിയ പാറയിൽ നിൽക്കുന്ന നെല്ലിവൃക്ഷം. കുറച്ചുകൂടി പടികൾ കയറി മേലെ പോയാൽ ഗർഭഗൃഹത്തിനുള്ളിൽ മൂലവർ ശ്രീ വരദരാജ പെരുമാൾ ഭൂദേവി ശ്രീദേവി സമേതനായി കയ്യിൽ ദണ്ഡോടെ കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നിറവേറും എന്നതാണ് ഭക്തജന വിശ്വാസം. അടുത്തുള്ള മഹാമണ്ഡപത്തിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, രാമാനുജർ, നവനീതകൃഷ്ണൻ, രാധാരുക്മിണി സമേത വേണുഗോപാലർ, നരസിംഹർ, വീര ആഞ്ജനേയർ, മന്മഥൻ, രതി, അയ്യപ്പൻ, സൂര്യൻ, ദശാവതാര ശില്പങ്ങൾ, ആണ്ടാൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. മല ഉച്ചിയിലുള്ള ഈ കോവിലിൽ നിന്നാൽ ദൂരെ കൊല്ലിമല കാണാം. ക്ഷേത്രവൃക്ഷം നെല്ലിമരം.
ക്ഷേത്രതീർത്ഥം, അമയാതീർത്ഥം, അരിവാൾപ്പാഴി, പെരിയപ്പാഴി. ആഗമവിധി പ്രകാരമുള്ള ഒരുകാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പുരട്ടാസി ശനിയാഴ്ചകൾ, മാസി മകം, തേർത്തിരുവിഴ, ഹനുമത് ജയന്തി, തമിഴ് പുതുവർഷ ദിനം, തൈപ്പൊങ്കൽ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പുരട്ടാസി ഉത്സവത്തിനും പുരട്ടാസി ശനി ദിവസങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ നൈനാമല കയറി ഭഗവാനെ കാണാനെത്തുന്നു. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ. എല്ലാ ദിവസവും കോവിൽ തുറക്കില്ല, പക്ഷേ ശനിയാഴ്ചകളിൽ കോവിൽ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സേലത്ത് നിന്ന് 53 കിലോമീറ്റർ, ബുധൻ ചന്തയിൽ നിന്ന് 4 കിലോമീറ്റർ, നാമക്കല്ലിൽ നിന്ന് 10 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ രാശിപുരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.